മടങ്ങിയെത്താം ശ്രീ ദാമോദർ പ്രസാദ്. 2 മിനിറ്റ് കൂടി. ഈ കോൺഗ്രസ് പോലുള്ള പാർട്ടികളോട് പുറത്തുനിന്നുള്ള പിന്തുണ എന്ന നിലപാടിൽ മാറ്റം വരുത്തിയത് യെച്ചൂരിയുടെ കാലത്താണല്ലോ. തെരഞ്ഞെടുപ്പ് സഖ്യം തന്നെ ആകാമെന്നുള്ളത് അത് ബീഹാറിലും അസമിലും ഒക്കെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊരു ഒരു തീരുമാനം, ആലോചന ഒക്കെ യെച്ചൂരി ആയതുകൊണ്ട് സംഭവിച്ചു. ഇനി അതിനുള്ള സാധ്യത ഇങ്ങനെ കാണുന്നു. അല്ല, അത് അദ്ദേഹം ഒരു പാത തുറന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ജയിച്ചു വന്ന അങ്ങനെ ചില തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ DMK യുടെ സഖ്യമൊക്കെ ബന്ധപ്പെട്ട് പല തെളിവുകൾ നമുക്കുണ്ട്. അത് ഒരു സാധ്യത മാത്രമല്ല. ഇനി നമ്മുടെ കാലത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണോ ജനാധിപത്യത്തിന് മുന്നോട്ട് പോകുന്നത്, ഇപ്പം നമുക്ക് പലതരത്തിലും ജനാധിപത്യം റിസ്റ്റോർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചില പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ആ നിലയിൽ ഒരു സാധ്യത തുറക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധ്യത തന്നെയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു സഖ്യ രൂപപ്പെട്ട് ഇപ്പോൾ നമുക്കതിന് മുമ്പ് മാതൃകയുണ്ട്. ഇപ്പോൾ UP യുടെ ആദ്യകാല മാതൃക, അതിനേക്കാളും ഒരു പ്രതിസന്ധി കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യബോധമാണ് പ്രധാനമായിട്ട് വേണ്ടത്. ആ യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം കെട്ടിപ്പടുത്താൻ സാധിക്കുള്ളൂ. അത് യെച്ചൂരി ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് തുറന്നിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡോഗ്മാറ്റിക്സിലേക്കും ഹങ്ങേറ്റ സെക്ടറിനെസ്സിലേക്കും ഒരു CPM കൂപ്പുത്തിയാൽ അത് ആത്യന്തികമായി അതിൻ്റെ ഒരു തകർച്ചയെ തന്നെയായിരിക്കും. അത് കേരളം മാത്രം ജീവിക്കാനായിട്ട് ഇന്ത്യ പോലെ സാധ്യതയല്ലല്ലോ. അത്തരം സെക്ടറിയൻ പൊളിറ്റിക്സിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പുതിയ ലീഡർഷിപ്പ് അത്തരമൊരു സ്വഭാവത്തിലേക്ക് തന്നെ വരിക. കാര്യം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രധാനമായതുകൊണ്ടാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവനായി കാണുകയാണെങ്കിൽ ആ സാധ്യത ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. മറിച്ച് വളരെ പ്രാദേശികമായിട്ട് വളരെ സെക്ടറിയൽ ലെവലിൽ വളരെ തികച്ചും പ്രാദേശികമായിട്ടുള്ള പാർലമെന്ററിസം മാത്രം നോക്കുകൊണ്ട്, കാര്യം പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടിയല്ലോ ഈ പാർട്ടി പാർട്ടി പോകുമോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. യെച്ചൂരി എന്തായാലും ഒരു നഷ്ടമാണ്. യെച്ചൂരിയെ പോലെ ഇനി ഒരാളില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റൊരാൾ വരേണ്ടിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും ഉണ്ട്. വളരെ നന്ദി ശ്രീ ദാമോദർ പ്രസാദ്, ശ്രീ തോമസ് ഐസക്, ഒപ്പം ബിനോയ് വിശ്വം ഈ മണിക്കൂറിൽ യെച്ചൂരിയെ അനുസ്മരിച്ചതിന്.